ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഞാനും വളരെയധികം ഹാപ്പിയാണ് കേട്ടോ. ഇന്ന് ഞാൻ ഖത്തറിലേക്ക് തിരിച്ചു പോകുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇത് ഞാൻ പോകുന്നതിൻ്റെ മുമ്പത്തെ ദിവസം ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ എൻ്റെ ഒരു പാക്കിങ്ങും ട്രാവലും എല്ലാം കാണിക്കാമെന്ന് വിചാരിച്ചു. പാക്കിങ് ഞാൻ എന്തൊക്കെയോ വിചാരിച്ചതായിരുന്നു എടുക്കാൻ, പക്ഷെ അങ്ങനെയൊന്നും പറ്റിയില്ല. എന്നാലും കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഞാനൊരു പ്രൊഡക്റ്റ് കാണിച്ചു തരാം. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. ഞാൻ വാങ്ങണം എന്ന് വിചാരിച്ച് വാങ്ങിയതോ അല്ലെങ്കിൽ റിവ്യൂസ് കണ്ട് വാങ്ങിയതോ ഒന്നുമല്ല കേട്ടോ. ജസ്റ്റ് പോകാറായപ്പോൾ ഇങ്ങനെ ഫ്ലിപ്കാർട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്തിരിക്കുമായിരുന്നു. എന്തെങ്കിലും പറ്റിയ പ്രൊഡക്ട്സ് ഉണ്ടെങ്കിൽ വാങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കണ്ടതാണ്. അപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു ട്രാവൽ ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് ഇത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കുമെന്ന് അങ്ങനെ വാങ്ങിയതാണ്. ഇത് ബാഗാണ്. 3 സൈസിൽ വരുന്ന ബാഗ് ഇതിനകത്തുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മളുടെ മേക്കപ്പ് ഐറ്റംസ്, ഹെയർ കെയർ, സ്കിൻ കെയർ എല്ലാം നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു ബാഗാണ്. ഫസ്റ്റ് വൺ നല്ല വലുതാണ്. അപ്പോൾ അതിൽ ഞാൻ എൻ്റെ സ്കിൻ കെയർ, ഹെയർ കെയർ, ബോട്ടിൽ ഐറ്റംസ് ഒക്കെ അതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് വണ്ണിൽ എൻ്റെ കുറച്ച് ഓർണമെൻറ്റ്സ്, ആക്സസറീസ് ഒക്കെയാണ് വെച്ചിട്ടുള്ളത്. ആൻഡ് തേർഡ് വണ്ണിൽ എൻ്റെ ബേസിക് മേക്കപ്പ് ഐറ്റംസ് വെച്ചിട്ട് എനിക്കത് എൻ്റെ ഹാൻഡ് ബാഗിൽ തന്നെ ക്യാരി ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ മാത്രമല്ല കേട്ടോ, നമ്മൾ വീട്ടിൽ നമുക്ക് എല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാനൊക്കെ പറ്റിയൊരു പ്രൊഡക്റ്റാണ്. ജസ്റ്റ് 199 റുപ്പീസ് മാത്രമേ ഇതിനുള്ളൂ. വളരെ റേറ്റ് കുറവാണ്, പക്ഷേ നല്ല വർത്ത് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. പിന്നെ ഇത് ഞാൻ ട്രാവൽ ചെയ്യുന്നത് കൊണ്ട് എൻ്റെ ഷാമ്പൂ, കണ്ടീഷണർ, ഓയിൽ ഇതൊക്കെ ഇങ്ങനെ സെല്ലോ ടേപ്പ് ചുറ്റി കൊടുക്കുന്നുണ്ട്. ഒന്നും നമ്മൾ യൂസ് ചെയ്യാത്ത പ്രൊഡക്ട്സാണ്, പൊട്ടിക്കാത്തതാണ്. എന്നാലും ഒരു സേഫ്റ്റിക്ക് വേണ്ടി അതങ്ങനെ ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഞാൻ ഈ ഒരു ബാഗ് ഫുള്ള് അങ്ങനത്തെ ഐറ്റംസൊക്കെ നിറച്ചു. ഇത് തന്നെ ഓൾമോസ്റ്റ് 2 കിലോന് മുകളിലുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആലോചിക്കാമല്ലോ 2 കിലോന് മുകളിലേക്ക് ഇതിൻ്റെ സ്റ്റോറേജ് സ്പേസ് എത്ര ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ്. അങ്ങനെ ഞാൻ ഇതെല്ലാം അങ്ങനെ സെറ്റാക്കി വെച്ചു. പിന്നെ ഞാൻ റൂമിലൊരു യുദ്ധം തന്നെയായിരുന്നു പാക്കിങ്ങിന് വേണ്ടിയിട്ട്. ഞാൻ പിന്നെ അത് വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. എൻ്റെ സൈഡ് ഓഫ് പാക്കിങ് ഞാൻ ഇവിടെ ഇത്രയും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ താഴെ അച്ഛൻ ഫുഡ് ഐറ്റംസൊക്കെ കാർട്ടൺ ബോക്സിലാക്കുകയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം. എൻ്റെ ഫ്ലൈറ്റ് വൈകിട്ടായിരുന്നു, 4:40-നാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് നമ്മളൊരു 1 മണിയായപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. കാരണം വീട്ടിൽ നിന്ന് അധികം ഇല്ല കേട്ടോ, ഒരു അരമണിക്കൂറൊക്കെ ഉള്ളൂ. പിന്നെ ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ആകും. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇത്രയും പേരാണ് പോകുന്നത്. എൻ്റെ അച്ഛനും അമ്മയും അനിയനും ചിറ്റയും കസിൻ ബ്രദറും കൂടി എൻ്റെ വീട്ടിൽ നിന്ന് വരുന്നുണ്ട്. ഈ ഒരു ടൈമിൽ ഭയങ്കര ഹാപ്പിയാണ്, പക്ഷേ കുറച്ച് സങ്കടം കൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്തി. ഇതെൻ്റെ അച്ഛനാണ് കേട്ടോ. ഞങ്ങൾ കയറുന്നതിന് മുമ്പ് ഒന്നും കൂടി എല്ലാം ഒന്ന് തൂക്കിയൊക്കെ നോക്കി, ഇനി എങ്ങാനും കൂടുതലുണ്ടെങ്കിൽ മാറ്റാലോ എന്ന് ഓർത്തിട്ട്. നമ്മൾ ഇത്രയും പേരുണ്ടായിരുന്നു ഫുള്ള്. നല്ല സങ്കടമുണ്ട്, കാരണം ഞാൻ ഒറ്റയ്ക്ക് പോകുമ്പോൾ ഇവരൊക്കെ ടാറ്റ പറയില്ല. അത് കാണുമ്പോൾ എനിക്ക് ഇത്തിരി സങ്കടമൊക്കെ വരും കേട്ടോ. പിന്നെ ചെക്കിനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാൻ വേഗം ഗേറ്റിലേക്ക് പോയി. ഗേറ്റ് നമ്പർ 2 ആയിരുന്നു എൻ്റെ. എപ്പോഴും നമുക്ക് ഖത്തറിലേക്ക് പോകുമ്പോൾ ഗേറ്റ് നമ്പർ 2 തന്നെയാണ് കിട്ടാറ്. പിന്നെ ഞാനിങ്ങനെ കുറേ നേരം അവിടെ ചുമ്മാ ഇരുന്നു. പിന്നെ ജസ്റ്റ് വാഷ്റൂമിലൊക്കെ പോയി ഒന്ന് കറങ്ങിയൊക്കെ വന്നു. പിന്നെ എനിക്ക് അവിടെ നിന്നൊരു ആൻറ്റീനെ കിട്ടി. ഖത്തറിൽ വർക്ക് ചെയ്യുന്നതാണ്. ഞങ്ങൾ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. പിന്നെ ബോർഡിങ് സ്റ്റാർട്ടായപ്പോൾ എൻ്റെ സോൺ വന്നപ്പോൾ ഞാൻ പോയി. അപ്പോൾ അവിടെ വേറൊരു ഫ്ലൈറ്റൊക്കെ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഫ്ലൈറ്റിലേക്കാണ് ഞാൻ പോകുന്നത്. എന്താ പറയുക, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, വളരെയധികം ഹാപ്പിയാണ്. പിന്നെ ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ. വിൻഡോ സീറ്റാണ്, അതുകൊണ്ട് പുറത്തോട്ട് നോക്കിയിരിക്കാം, അത്രയേ ഉള്ളൂ. അങ്ങനെ കുറേ നേരം പുറത്തോട്ടൊക്കെ നോക്കിയിരുന്നു. അപ്പോൾ ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആയിട്ടുണ്ട്. 4:40-നായിരുന്നു, പക്ഷേ 5 മണിയായി. ഓൾമോസ്റ്റ് ടേക്ക് ഓഫ് ആയപ്പോൾ 5 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടൈമിൽ നമുക്കുണ്ടാകുന്നൊരു ഫീലിങ്സ് എന്താണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം ഇതേപോലെ പോകുന്നവർക്കും വരുന്നവർക്കും ഒക്കെ മനസ്സിലാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ പയ്യെ പയ്യെ ടേക്ക് ഓഫ് ആവാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ നികിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, ടേക്ക് ഓഫ് ആവാണ്, വന്നിട്ട് കാണാം എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുവാണ്. ഇനി നമുക്ക് 4.5 മണിക്കൂറുണ്ട് ഫുള്ളായിട്ട്. അപ്പോൾ ആ ഒരു 4.5 മണിക്കൂർ എന്ത് ചെയ്യുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ, പുറത്തേക്ക് നോക്കി എന്തോരം നേരം ഇരിക്കുക. പിന്നെ കുറച്ച് നേരം ഉറങ്ങാനൊക്കെ ശ്രമിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ എനിക്ക് പക്ഷേ ഈ ഒരു 4.5 മണിക്കൂർ അല്ലെങ്കിൽ ഇത്ര സമയം വളരെ ബോറിംഗ് ആണ്. എന്നാലും എനിക്ക് ഫ്ലൈറ്റിൽ പോകാനായിട്ട് ഇഷ്ടമാണ്. എനിക്ക് ആദ്യം പോകുമ്പോൾ ഉണ്ടായ സെയിം എക്സൈറ്റ്മെൻറ്റും ഹാപ്പിനെസ്സും ഒക്കെയാണ് എപ്പോഴും എയർപോർട്ടിൽ പോകുമ്പോഴും ഫ്ലൈറ്റിൽ കയറുമ്പോഴും ഒക്കെ ഉണ്ട്. പിന്നെ ടേക്ക് ഓഫും ലാൻഡിങ്ങും ആണ് എന്തെങ്കിലും എക്സ്പീരിയൻസ് ആയിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ ചുമ്മാ ഇരിപ്പ് മാത്രമാണ്. പിന്നെ ഞാൻ കുറച്ച് നേരം ഉറങ്ങാമെന്നൊക്കെ വിചാരിച്ചു, പക്ഷേ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് ഒന്ന് വിൻഡോ ഒക്കെ ഒന്ന് ഓപ്പണാക്കി നോക്കി.
അപ്പോൾ ഏകദേശം സൺസെറ്റൊക്കെ ആയിട്ടുണ്ട്. ശരിക്കും ടൈം നല്ല ഡിഫറൻസ് വന്നിട്ടുണ്ട്. പിന്നെ ഒരു ട്രാവൽ ചെയ്യാൻ തുടങ്ങിയിട്ടൊരു 3 മണിക്കൂർ ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നോക്കിയപ്പോൾ കുറച്ചും കൂടിയൊക്കെ ഇരുട്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ വീണ്ടും ഉറങ്ങാൻ ശ്രമിച്ചു, പക്ഷെ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് അനൗൺസ്മെൻറ്റ് വന്നു, നമ്മൾ ലാൻഡ് ആവാറായിട്ടുണ്ട്. ഖത്തർ എയർവേസിനാണ് ഞാൻ എപ്പോഴും പോവാറ്. അതിലാകുമ്പോൾ നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും നമ്മളെവിടെ എത്തി, എന്താണ് എങ്ങനെയാണെന്നൊക്കെ. ഇൻഡിഗോയിൽ അതില്ലാത്തത് കൊണ്ട് എനിക്കത് അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ അവർ അനൗൺസ് ചെയ്തപ്പോഴാണ് ലാൻഡ് അവർ ആയിട്ടുണ്ട്. അങ്ങനെ ഫൈനലി നമ്മൾ ഖത്തറിലെത്തി. ഖത്തർ എയർവേസ് എനിക്ക് മിസ് ചെയ്തിട്ടോ, കാരണം ഇത്തവണ സീറ്റ് പ്രയോറിറ്റി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഖത്തർ എയർവേസ് കിട്ടിയില്ല. എപ്പോഴും ഞാൻ അതിനാണ് വരാറ്. സോ അങ്ങനെ ഞാൻ എല്ലാം ക്ലിയർ ചെയ്തു. എൻ്റെ ബാഗ് എടുക്കാൻ നിൽക്കുകയാണ്. ബാഗിൽ നിന്ന് അത്യാവശ്യം ലേറ്റായി കിട്ടാൻ. ഇപ്പോൾ നിഗി എന്നെ വെയിറ്റ് ചെയ്ത് പുറത്ത് നിൽക്കുന്നുണ്ട്. നമുക്ക് കാണാം കേട്ടോ. അങ്ങനെ ഞാൻ നിഗിയും കൂടി കണ്ടു കേട്ടോ. ഇനി നമ്മൾ റൂമിലേക്ക് പോവാണ്. എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. നിഗിക്ക് വർക്കിന് വരാൻ എളുപ്പം അതായതുകൊണ്ട് നമ്മൾ അടുത്ത് തന്നെയാണുള്ളത്. സോ പിന്നെയുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ.